ഹായ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫാറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളുടെയൊക്കെ ബോഡി വളരെയധികം ഷേപ്പായിട്ടിരിക്കുന്നത് കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സോ മാർക്കറ്റിൽ ഇന്ന് പല രീതിയിലുള്ള ഫാറ്റ് റിഡക്ഷൻ ട്രീറ്റ്മെൻറ്റുകൾ അവൈലബിൾ ആണ്. സോ അങ്ങനത്തെ രണ്ട് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ ലൈപ്പോസെക്ഷൻ ആൻഡ് സെക്കൻഡ് വൺ ക്രയോലൈപ്പോലൈസിസ്. ഈ രണ്ട് ട്രീറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഇന്ന് മോസ്റ്റ് കോമൺലി കേൾക്കുന്നത്. സോ ഈ ട്രീറ്റ്മെൻറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇപ്പോൾ ലൈപ്പോസെക്ഷൻ നമ്മൾ കേൾക്കാറുണ്ട് ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്. ഇതെന്ന് പറഞ്ഞാൽ ഒരു സർജിക്കൽ പ്രൊസീജിയറാണ്. സോ ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് തന്നെ പേഷ്യൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ അത്യാവശ്യം ടെൻഷൻ ഉണ്ടാവും. ഇത് പ്രൊസീജിയർ ചെയ്യുന്ന ടൈമിൽ അത്യാവശ്യം അവർക്കൊരു ടെൻഷൻ ഉണ്ടാവും. നമ്മളൊരു ലോക്കൽ അനസ്തേഷ്യ ഒക്കെ കൊടുത്തിട്ടായിരിക്കും ഈ ഒരു പ്രൊസീജിയർ ചെയ്യുന്നത്. അതായത് നമ്മളുടെ ഇത് ഈ രണ്ട് ട്രീറ്റ്മെൻറ്റുകളെ കുറിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലും ഇതൊരു ബോഡി വെയിറ്റ് കുറയ്ക്കുക, അതായത് ഒരു വെയിറ്റ് ലോസ് ട്രീറ്റ്മെന്റ് അല്ല. ഇതൊരു ഫാറ്റ് റിഡക്ഷൻ, അതായത് നമ്മുടെ ബോഡിയിൽ പർട്ടിക്കുലർ ഏരിയസിൽ, അതിപ്പോൾ നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ അബ്ഡോമിനൽ ഏരിയ അല്ലെങ്കിൽ നമ്മുടെ ലവ് ഹാൻഡിൽസ്, ഇവിടെയൊക്കെ അടിഞ്ഞുകൂടിയിരിക്കുന്ന ഫാറ്റിനെ മാത്രം നമ്മൾ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുക എന്നുള്ളൊരു എയിമോട് കൂടി ചെയ്യുന്ന ട്രീറ്റ്മെൻറ്റുകളാണ്. ഇതൊരിക്കലും ഒരു വെയിറ്റ് ലോസ്, ഓവറോൾ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതല്ല ഈ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു എയിം. അപ്പോൾ ഈ ഒരു ലൈപ്പോസെക്ഷൻ ട്രീറ്റ്മെൻറ്റിൽ നമ്മളൊരു സർജിക്കൽ പ്രൊസീജിയർ ത്രൂ ഈ ഫാറ്റിനെ പുറത്തേക്ക് എടുത്ത് കളയുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അതായത് ഈ ഒരു ലൈപ്പോസെക്ഷനിൽ ഒരു 70%, നമ്മൾ ഏതൊരു ഏരിയ ആണോ ഫോക്കസ് ചെയ്യുന്നത് ആ ഒരു ഏരിയയിലുള്ള ഫാറ്റിൻ്റെ 70% ഫാറ്റും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ത്രൂ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആ ഒരു ടൈമിൽ നമ്മൾ ക്രയോലൈപ്പോളിസിസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു OPD പ്രൊസീജിയറാണ്. നമുക്കൊരു പ്രത്യേകിച്ച് ഒരു അഡ്മിറ്റോ അല്ലെങ്കിൽ ഒരു അനസ്തീഷ്യോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഒരു 40 മിനിറ്റ്സിനുള്ളിൽ, ഒരു 30 to 40 മിനിറ്റ്സിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊസീജിയറാണിത്. അതായത് ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കൂൾ ടെമ്പറേച്ചർ, നമ്മുടെ ബോഡിയിൽ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ, അതിപ്പോൾ അബ്ഡോമിനൽ ഏരിയ ആണെങ്കിൽ അവിടെ ഒരു കൂൾ ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ട് ആ ഒരു ഏരിയയിലുള്ള ഫാറ്റിനെ നമ്മൾ ഫ്രീസ് ചെയ്യും. ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ഒരിക്കലും ഒരു ഇമ്മീഡിയറ്റ്ലി കാണാൻ പറ്റുന്നൊരു റിസൾട്ട് അല്ല ഇതിൽ നമുക്ക് കിട്ടുന്നത്. അതായത് ഈ ഒരു നമ്മൾ ഈ ഫാറ്റിന് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 4 to 6 വീക്കിനുള്ളിലായിരിക്കും ഈ ഫാറ്റിനെ നമ്മളുടെ ബോഡി പുറന്തള്ളുന്നത്. അത് നമ്മുടെ സ്വെറ്റിങ് അതേപോലെ യൂറിനേഷൻ പ്രോസസ് ത്രൂ ആയിരിക്കും നമ്മളുടെ ബോഡി ഈ ഒരു ഫ്രീസ് ചെയ്ത ഫാറ്റിനെ പുറന്തള്ളുന്നത്. ഈ ഒരു കൂൾ സ്കൾപ്റ്റിംഗ് അല്ലാന്നുണ്ടെങ്കിൽ ഈ ക്രയോലൈപ്പോലൈസിസിന് ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇതൊരു സർജിക്കൽ പ്രൊസീജിയർ അല്ല. അതുകൊണ്ട് തന്നെ ഒരു പേഷ്യൻറ്റിൻ്റെ ടെൻഷൻ ഒരു പരിധി വരെ നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതൊരു പെയിൻഫുൾ ട്രീറ്റ്മെൻറ്റും അല്ല. നമ്മൾ ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഈ ഒരു മെഷീൻസ് യൂസ് ചെയ്തുകൊണ്ട് അവിടുത്തെ ഫാറ്റിന് ഒരു ലോ ടെമ്പറേച്ചർ, അതായത് ഒരു -8 അല്ലെങ്കിൽ 6 ഡിഗ്രി ടെമ്പറേച്ചർ കൊടുത്തുകൊണ്ടാണ് ഇതിനെ നമ്മൾ ഫ്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു പെയിൻഫുൾ ട്രീറ്റ്മെൻ്റ് അല്ല. പിന്നെ നമ്മൾ കോസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോസ്റ്റ് ആയിരിക്കും ഈ പറഞ്ഞ ക്രയോലൈപ്പോളിസിസിനുള്ളത്. അതായത് നമ്മൾ ലൈപ്പോസെക്ഷനെ വെച്ച് നോക്കുമ്പോൾ കോസ്റ്റ് വളരെയധികം കുറവായിരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സെക്ഷനിൽ തന്നെ എത്ര സെക്ഷൻ എന്നുള്ളത് ഓരോരുത്തരുടെയും ബോഡി അല്ലെ ഫാറ്റ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ഇരിക്കുന്നത്. നമ്മളൊരു ഫസ്റ്റ് സെക്ഷൻ കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു 20 to 30% ഫാറ്റ്, നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലെ ഫാറ്റിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ 20 to 30% ഫാറ്റ് നമുക്ക് ഈ ഒരു സെക്ഷൻ ത്രൂ റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു 4 to 6 വീക്ക്. നമ്മളുടെ ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞാൽ ഈ ഒരു ഫാറ്റ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഫ്രീസായിട്ടിരിക്കുവാണ്. നമ്മൾ ഈ ഒരു ഫ്രീസായിട്ടിരിക്കുന്ന ഫാറ്റ് ബോഡി പുറന്തള്ളാൻ എടുക്കുന്ന ടൈമാണ് ഈ പറഞ്ഞ 4 to 6 വീക്കിനുള്ളിൽ നമുക്ക് ഒരു നോട്ടീസബിൾ ആയിട്ടുള്ളൊരു റിസൾട്ട് തന്നെ ഈ ഒരു പ്രൊസീജിയർ ത്രൂ കാണാനായിട്ട് പറ്റും. ഈ ഒരു പ്രൊസീജിയർ ആർക്കൊക്കെ ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഫാറ്റ് എന്ന് പറഞ്ഞാൽ പല രീതിയിലുള്ള ഫാറ്റ്, ഒരു കംപ്ലീറ്റ്ലി ഒരു കുടവയർ എന്നുള്ള രീതിയിലുള്ള ഒരാൾക്ക് ഒരിക്കലും നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ക്രയോലൈപ്പോളിസിസ് ചെയ്യാൻ പറ്റില്ല. ഒരു പിഞ്ചബിൾ ഫാറ്റ് ആയിരിക്കണം, അതായത് നമുക്കിങ്ങനെ പിടിച്ചാൽ കിട്ടുന്ന രീതിയിലുള്ള, ഒരു അബ്ഡോമിനൽ ഏരിയ ആണെങ്കിലും ആ ഒരു പിഞ്ചബിൾ ഫാറ്റ് ആണെങ്കിൽ നമുക്കത് പിടിക്കുമ്പം കിട്ടുന്ന രീതിയിലുള്ള ഒരു ഫാറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഇത്തരത്തിൽ നിങ്ങളുടെ ബോഡി ഫാറ്റൊക്കെ കളഞ്ഞ് നല്ലൊരു ഷേപ്പായിട്ടിരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്ക് ജെനീസ് എസ്തെറ്റിക്സ് ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക്ക് പ്രൊവൈഡ് ചെയ്യുന്ന അഡ്വാൻസ്ഡ് മെഷീനറീസ് യൂസ് ചെയ്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കൂൾ സ്കൾപ്റ്റിംഗ് അല്ലെങ്കിൽ ക്രയോലൈപ്പോളൈസിസ് ട്രീറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.